ഹിന്ദുക്കളുടെ മേലുള്ള മതനികുതിയായ ജസിയ നിർത്തലാക്കിയ ഭരണാധികാരി അക്ബർ. അക്ബറിന്റെ മരണശേഷം അധികാരത്തിൽ വന്ന മുഗൾ ചക്രവർത്തി ജഹാംഗീർ. ജഹാംഗീറിന്റെ ഭാര്യ നൂർജഹാൻ. ഷാജഹാൻ തന്റെ ഭാര്യ മുംതാസ് മഹലിന്റെ സ്മരണയ്ക്കായി പടുത്തുയർത്തിയ സ്മാരകം താജ്മഹൽ. ആഗ്ര കോട്ട നിർമ്മിച്ച മുഗൾ ചക്രവർത്തി അക്ബർ. താജ്മഹലിന്റെ നിർമ്മാണ ശൈലി പിയാത്രൈ മുറൈ എന്ന പേരിൽ അറിയപ്പെടുന്നു. വിശ്വപ്രസിദ്ധമായ മയൂര സിംഹാസനം ഷാജഹാന്റെ കാലത്ത് നിർമ്മിച്ചതാണ്. 1000 വർഷങ്ങൾക്കിടയിൽ ഇന്ത്യയിൽ ജനിച്ച മഹാനായ ഗായകൻ എന്ന് അബ്ദുൾ ഫാസിൽ വിശേഷിപ്പിച്ച താൻസൻ അക്ബറിന്റെ കാലത്തെ സംഗീതജ്ഞനായിരുന്നു. 1674 ഛത്രപതി രാജാക്കന്മാരുടെ രാജാവ് എന്ന പേരിൽ ഭരണം നടത്തിയ മറാഠ ഭരണാധികാരിയാണ് ശിവജി. ഹൈന്ദവ ധർമ്മോദ്ധാരക എന്ന് വിശേഷിപ്പിച്ച ഭരണാധികാരി ശിവജി. ശിവജിയുടെ മന്ത്രിസഭ അറിയപ്പെടുന്നത് അഷ്ടപ്രധാൻ. സിഖ് മത സ്ഥാപകൻ ഗുരു നാനാക്ക്. അമൃതസറിലെ സുവർണ ക്ഷേത്രം ഗുരു രാമദാസിന്റെ കാലത്ത് നിർമ്മിച്ചതാണ്. സിഖ് മതക്കാരുടെ വിശുദ്ധ ഗ്രന്ഥമായ ആദി ഗ്രന്ഥ ഗുരു അർജുൻ മലിന്റെ കാലത്ത് തയ്യാറാക്കിയതാണ്. സിഖ് മതക്കാരുടെ വിശുദ്ധ അകാൽ തഖ്ത് സിഖ് മതസ്ഥരുടെ ക്ഷേത്രത്തിൽ പുരോഹിതന്മാരുടെ ഇരിപ്പിടം പണി കഴിപ്പിച്ചത് ഗുരു ഹർഗോവിന്ദ് 1609. അവസാനത്തെ മുഗൾ ചക്രവർത്തി ബഹദൂർ ഷാ രണ്ടാമൻ. ബ്രിട്ടീഷുകാർക്കെതിരെ 1857 നടന്ന കലാപത്തെ പിന്തുണച്ചതിന്റെ പേരിൽ ഡൽഹിയിൽ അധികാരഭ്രഷ്ടനാക്കപ്പെട്ട മുഗൾ രാജാവ് ബഹദൂർ ഷാ രണ്ടാമൻ. മുഗൾ സാമ്രാജ്യത്തിന്റെ പതനത്തിനിടയാക്കിയ വിദേശ ആക്രമണങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് പേർഷ്യക്കാരനായ നാദിർ ഷാ. 1761 ജനുവരിയിൽ നടന്ന മൂന്നാം പാനിപ്പത്ത് യുദ്ധം അഫ്ഗാന്മാരും മറാഠികളും തമ്മിലായിരുന്നു.